ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ സിമ്പിളായിട്ട് പറയാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേജ് ആക്കുക. ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ പേജ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡ് കാണും. ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഓരോ ടാസ്കുകൾ തരും. അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ആരാണ് ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ ആക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഫേസ്ബുക്ക് തന്നെയാണ് ആക്കുന്നത്. ചിലർക്ക് നേരത്തെയൊക്കെ 10,000 വേണമായിരുന്നു. ഇപ്പോൾ അത്രയൊന്നും വേണ്ട. ചിലർക്ക് 1000-ന് കിട്ടുന്നുണ്ട്, ചിലർക്ക് 3000-ന് കിട്ടുന്നുണ്ട്, ചിലർക്ക് 8,000-ന് കിട്ടുന്നുണ്ട്, ചിലർക്ക് 25,000 ആയാലും കിട്ടാത്തവരുമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി പോസ്റ്റ് ഇടുക. നിങ്ങൾ ഡെയിലി ഒരു റീലെങ്കിലും ഇടുക. നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് ആക്റ്റീവ് ആവുക. അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ചിലർ പറയുന്നുണ്ട് ഫേക്കാണ്. ഫേക്കല്ല, ഇത് ഒറിജിനലാണ്. നിങ്ങൾ വിചാരിക്കുന്നില്ല ഒരുപാട് പൈസ കിട്ടത്തൊന്നുമില്ല. ചില പോസ്റ്റിന് ചിലപ്പം $0.1 ആയിരിക്കും കിട്ടുന്നത്. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർക്ക് 2 മാസം കൂടുമ്പോൾ $25 കിട്ടും. ചില ആൾക്കാർക്ക് 1 മാസം ആകുമ്പോൾ $500 കിട്ടും. അത് നമ്മുടെ കണ്ടൻറ്റ് പോലെ ഇരിക്കും. നിങ്ങൾ ഇപ്പം കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ ദിവസം കുക്കിംഗ് വീഡിയോസ് ചെയ്യുക. അല്ല നിങ്ങൾ റീൽസാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കോമഡിയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് ഇരിക്കുക. അല്ല നിങ്ങൾ ഫോട്ടോസാണ് ഇടുന്നത്, ഫോട്ടോ ചെയ്യുക. ഇനി AI വെച്ച് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. എന്നും ആക്റ്റീവായിട്ടിരിക്കുക. എന്നും ഫേസ്ബുക്കിനകത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. പിന്നെ യൂട്യൂബാണോ നല്ലത് ഫേസ്ബുക്കാണോ നല്ലതെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബിനകത്ത് നമ്മൾ ഒരുപാട് തമ്പലൈന് അങ്ങനെ ഇങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഫേസ്ബുക്കിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടാൽ പോലും നമുക്ക് ഡോളർ കിട്ടുന്നുണ്ട്. ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ഓരോരുത്തർക്ക് പൈസ കിട്ടുന്നത്. അല്ലാതെ അവർക്ക് 50,000 കിട്ടി എനിക്ക് 5,000 കിട്ടുള്ളൂ എന്നുള്ളൊരു അതിമോഹം വേണ്ട. കിട്ടുന്നതിന് നിങ്ങളുടെ ദൈവത്തിനോട് നന്ദി പറയുക. വെറുതെ ഇരുന്ന് ഫേസ്ബുക്ക് തോണ്ടുമ്പം കിട്ടുന്ന പൈസയല്ലേ. അപ്പം കിട്ടുന്ന പൈസയ്ക്ക് നന്ദി കാണിക്കുക. നിങ്ങൾ ഏത് ജോലി ചെയ്താലും പൈസ കിട്ടണമെങ്കിൽ കഷ്ടപ്പെടണം അല്ലേ. അപ്പോൾ അതുപോലെ കഷ്ടപ്പെടുക. നിങ്ങൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും കിട്ടും. കഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും കിട്ടും. കണ്ടൻറ്റ് നിങ്ങളായിട്ട് ഉണ്ടാക്കുക. നിങ്ങളായിട്ട് മറ്റുള്ളവരുടെ വീഡിയോസും പോസ്റ്റും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം കോപ്പിറൈറ്റിംഗ് ഇഷ്യൂസ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഞാനത് സൈഡിൽ കാണിക്കാൻ ഡാഷ്ബോർഡിനകത്ത് ടാസ്കുകളൊക്കെ വരും. അതൊക്കെ അങ്ങ് ചെയ്താൽ മതിയെന്നേ. സിമ്പിളാണ്. അപ്പം നിങ്ങളും തുടങ്ങുകയല്ലേ ഫേസ്ബുക്ക് പേജ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ചെറിയൊരു വരുമാനം നിങ്ങൾക്കും കിട്ടിയാലും എന്താ ഹാപ്പി ആവില്ലേ. 2,000 കിട്ടിയാൽ അത്രയും ഹാപ്പി ആവുന്നേ. അപ്പോൾ ഓക്കെ, ബൈ.